ഹലോ ഹായ് ഹലോ വെൽക്കം. ഇന്ന് ഞാൻ എല്ലാവർക്കും അറിയുന്ന സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും എൻ്റെ മകളുടെ ഫേവറേറ്റ് ഒരു വെണ്ടയ്ക്ക കിച്ചടിയാണ്. എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ? വെണ്ടയ്ക്ക, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, തൈര്, ഇത്രയാണ് ആവശ്യം. പിന്നെ കടുക് വറക്കാൻ, കടുകും എണ്ണയും. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് വറുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഞാനതിൽ കാണിച്ചു തന്ന പോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെണ്ടയ്ക്കയെ കടുക് വറുത്ത കറിവേപ്പിലയും ചുമന്ന മുളക് ഞാനിവിടെ ഇട്ടില്ല, സാധാരണ എല്ലാത്തിലും ഇടും. ഇവിടെ പച്ചമുളക് ഇട്ടും. പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തത്, കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിട്ടാൽ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് നീളത്തിൽ നിന്ന് മുറിച്ചിട്ടിട്ട് എണ്ണ ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തത്, കടുക് വറക്കാൻ കുറച്ചുകൂടെ ഇതായിട്ട് എണ്ണ ഒഴിച്ചു. ഇച്ചിരി കൂടെ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇട്ട് വറുത്ത് അതിനകത്ത് വെണ്ടയ്ക്ക ഇട്ടു. വെണ്ടയ്ക്ക ഇടുമ്പം ആദ്യം വഴുവഴുപ്പുണ്ടാവുമല്ലോ, തീ കുറച്ച് വയ്ക്കണ്ട, ഫുള്ളിൽ തന്നെ വയ്ക്കാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവമായി. അങ്ങനെ മെല്ലെ ഇതാണ്ടോ ഇപ്പോൾ ആ ഒരു വഴുവഴുപ്പില്ല. ആദ്യം എടുത്തപ്പോൾ നമുക്ക് നല്ല വഴുവഴുപ്പുണ്ടായിരുന്നു. ഈ ഒരു കറി ഞാൻ എപ്പോഴും സദ്യക്കാവും മോളും അവളുടെ ഫ്രണ്ട്സും, ഞാൻ വീട്ടിലിങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നാട്ടിലായിരുന്നപ്പോൾ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വരുമ്പോൾ സദ്യ, ഓണം, പിറന്നാൾ ആ പോകുന്ന സമയത്ത് എന്താ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ മോളുടെ ഫ്രണ്ട്സൊക്കെ വരും. ഹോസ്റ്റലിൽ നിന്നും അടുത്ത കോയമ്പത്തൂർ താമസിക്കുന്നവരും അതിൽ തമിഴ് കുട്ടികളുണ്ടാവും. അപ്പോൾ അതിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, ആൻറ്റി ഇതിൻ്റെ റെസിപ്പി തരൂ എന്ന്. സിമ്പിളാണെന്നൊക്കെ പറയും, എന്നാൽ അവർക്ക് ഇത് സിമ്പിളല്ലല്ലോ. അപ്പം എൻ്റെ മോളിപ്പോൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയി, അവൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ ഇന്നലെ മുതൽ തുടങ്ങി. അപ്പോൾ ഇന്നലെ ആദ്യം ചോദിച്ചത്, ഇന്നലെ എന്തോ മസാല ഓട്സ് എന്തോ ഉണ്ടാക്കി. ഇന്നലെ ആദ്യം ചോദിച്ചത്, അമ്മ വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലല്ലോ, ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ബോറടിക്കുമായിരിക്കും. എന്നാലും ഞാൻ ഇവിടുത്തെ ലബന ഒഴിച്ച സാധാരണ കട്ടത്തൈര്, അവൾക്ക് കട്ടത്തൈര ഇഷ്ടം, അവളില്ലാത്തത് കൊണ്ട് ഞാൻ ലബാൻ ഒഴിച്ചു. ഇവിടുത്തെ അതും നല്ല കട്ടിയുള്ളതാണ് ഇവിടുത്തെ മോര്. അപ്പോൾ ഇത് മോരെന്ന് പറയുമെങ്കിലും സാമാന്യം നല്ല കട്ടിയുള്ള ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ലബാൻ. അപ്പോൾ അതിട്ടുകൊണ്ട് നമുക്ക് പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൂസൊന്നും ആക്കണ്ട. ഇതിൽ തന്നെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി അതിലങ്ങനെ ഇരുന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി അടിപൊളി വെണ്ടയ്ക്ക കിച്ചടി റെഡി.